തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മമ്മൂട്ടിയുടെ സന്ദർശനം. കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറന്ന സാറാമ്മ ടീച്ചർ ശരിക്കും അമ്പരന്നു. ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ച ആ പഴയ ശിഷ്യൻ വീട്ടുപടിക്കൽ. അരമണിക്കൂറോളം സമയം മമ്മൂട്ടി സാറാമ്മ ടീച്ചർക്കൊപ്പം ചെലവഴിച്ചു. സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇരുവരും പങ്കുവച്ചു. സാറിന്റെ ക്ലാസ് അയ്യർ സാറിന്റെ ക്ലാസ്സിൽ എന്നെ ഇരുത്തത്തില്ല, പുറത്തു നിർത്തും. സാധാരണ സാറ് മാത്രമേ എന്നെ ക്ലാസ്സിൽ കയറത്തുള്ളൂ. 6 പീരീഡിൽ നമുക്ക് കുഴപ്പമോ പോരാ, ആള് ശരിയല്ലാത്ത. വർത്തമാനത്തിനിടയിൽ സ്കൂളിൽ പാവമായിരുന്ന മുഹമ്മദ് കുട്ടി എങ്ങനെയാണ് വലിയ താരമായതെന്ന ടീച്ചർക്ക് സംശയം. അന്ന് പാവമായിരുന്നത് പേടികൊണ്ടാണെന്ന് മമ്മൂട്ടിയുടെ മറുപടി. മമ്മൂട്ടി വലിയ ഇതായിട്ട് ഈ എന്തുവാ ആക്ടറായതും ഒക്കെ അങ്ങനെ അങ്ങ് പോയി ആയിപ്പോയി. അല്ല, സ്കൂളിലൊക്കെ പാവമായിട്ടിരിക്കുക, ഓരോ ആക്ടിവിറ്റീസിനും ചേർത്തില്ല. പക്ഷെ എനിക്ക് പേടിയാ ഒരുപാട്. എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഇടിക്കും. അപ്പോൾ എനിക്കത് കാരണം ഞാൻ പൊതുവെ ഈ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ലാണ്ട് വേറെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കത്തില്ല. മഹാരാജാസിലൊക്കെ പോയി അല്ല, അതിനു മുമ്പേ ഉണ്ട്. വൈക്കം കുലശേഖരം സ്കൂളിലാണ് സാറാമ്മ ടീച്ചർ മമ്മൂട്ടിയെ പഠിപ്പിച്ചത്. സമീപകാലത്താണ് തന്റെ പഴയ ശിഷ്യനാണ് മമ്മൂട്ടിയെന്ന് സാറാമ്മ ടീച്ചർ അറിഞ്ഞത്. പിന്നീട് ടീച്ചറെക്കുറിച്ച് സാറാമ്മ ടീച്ചറുടെ മകൻ മമ്മൂട്ടിയെ അറിയിക്കുകയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട അധ്യാപകയെ കാണാൻ മലയാളത്തിന്റെ മഹാനടൻ ദുബായിലെ വസതിയിലെത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ വിജേഷ് അമ്പാടിക്കൊപ്പം ഷിജോ ജോസ്, റിപ്പോർട്ടർ.